പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, കുറേ ദൈവത്തിനെ നമ്മൾ മനസ്സിലാക്കാൻ പോവാണ്. ഇന്ന് യേശു നമുക്ക് ആരാണ് എന്നതിനെക്കുറിച്ച് പങ്കുവയ്ക്കാനാണ് പരിശുദ്ധാത്മാവ് എനിക്ക് പ്രചോദനം നൽകിയിരിക്കുന്നത്. ഞാൻ ഇവിടെ പറയുന്നതെല്ലാം ദൈവത്തിനും മാത്രമേ പറയുള്ളൂ. എല്ലാം ഡിസ്പ്ലേ കാണിക്കും, ലീഫ്ലെറ്റ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ആൾ 17,000 ഉള്ളതുകൊണ്ട് അത്ര കൊണ്ടുവന്നിട്ടില്ല, കുറച്ച് കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ലീഫ്ലെറ്റ് ഇപ്പോൾ തരാൻ പറ്റില്ല. ഓക്കെ, ദൈവമക്കളെ, എന്തിനാണ് ഈശോ? ഇപ്പം നമ്മൾ 2-3 മാസം ക്രിസ്മസ് ആഘോഷിച്ചു. ഇപ്പം നമ്മുടെ ഈശോയുടെ മനുഷ്യാവതാരം, പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനമൊക്കെ ആഘോഷിക്കുന്ന വലിയ നോയമ്പിൻ്റെ കാലഘട്ടമാണ്. എന്തായിരുന്നു ഈശോയുടെ ഉദ്ദേശം? അതിനെക്കുറിച്ച് ഈശോ തരുന്ന മറുപടിയാണ്. ബൈബിളിലൂടെയല്ലേ ഈശോ മറുപടി തരിക. അതാണ് എന്തിനാണ് അവിടുന്ന് മനുഷ്യനാവരിച്ച് രക്ഷാകരണത്തെ മുഴുവൻ ഒറ്റ വാക്കിൽ ഉൾക്കൊള്ളുകയാണ്. എന്തിനായിരുന്നു അതിൻ്റെ ഉദ്ദേശം? അത് ഈശോ തരുന്ന മറുപടിയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം. എല്ലാവരും മനസ്സിലാക്കി ഉറക്കെ വായിച്ചേൻ, വേഗം വായിച്ചേൻ. പെട്ടെന്ന് വായിക്കണം, വലിയ ക്ലാസ്സാണ്. അപ്പോൾ മുഴുവൻ വായിച്ചാലേ ക്ലാസ് മുഴുവനാക്കാൻ പറ്റുള്ളൂ. ഉറക്കെ വായിച്ചേൻ, മനസ്സിലാക്കി. വാഗുകൊണ്ട് മാത്രമല്ല, ബുദ്ധി കൊണ്ടുകൂടി വായിക്കണം കേട്ടോ. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ ഏദൻ തോട്ടത്തിൽ നമുക്ക്, അല്ലെങ്കിൽ ആദ്യ മനുഷ്യന് നഷ്ടമായത് ദൈവത്തിൻ്റെ മകൻ എന്ന സ്ഥാനമാണ്, മക്കളെന്ന സ്ഥാനമാണ്. നമ്മുടെ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പാരമ്പര്യങ്ങളുടെ പട്ടികയുണ്ട്. അവസാനം ആദത്തിൻ്റെ പേര് വരുമ്പോൾ ആദം ദൈവത്തിൻ്റേതായിരുന്നു, അതായത് ദൈവത്തിൻ്റെ മകനായിരുന്നു. ആ അനുസരണയ്ക്കയിലൂടെ അത് നഷ്ടപ്പെട്ടു. രണ്ടാമത്തെ ആദമായ ക്രിസ്തു, രണ്ടാമത്തെ മരമായ കുരിശിലൂടെ അത് നമുക്ക് വീണ്ടും തരികയാണ്. ആ ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ദൈവമക്കൾ എന്നുള്ള സ്ഥാനം കിട്ടുന്നു. എന്താണ് യേശു ക്രിസ്തു പറയുന്നത്? അപ്പോൾ വിശുദ്ധ ബൈബിൾ പ്രകാരം ഈശോയുടെ അഭിപ്രായത്തിൽ ഞാൻ നിങ്ങൾ ദൈവമക്കളായി മാറണമെങ്കിൽ 2 റിക്വയർമെൻ്റാണ് അവിടെ പറയുന്നത്. നമ്മൾ ശരിക്കും ആത്മീയത പഠിക്കാൻ പോവാണ് കേട്ടോ. ഒന്നുകൂടി വായിച്ചേൻ, യോഹന്നാൻ 1:12. എല്ലാവരും ഏറ്റു പറഞ്ഞേ. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അപ്പോൾ അതിൽ 2 കാര്യമാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തുവാണ് നമ്മുടെ ഏറ്റവും വലിയ ഗുരു. യേശുവിനൊക്കെ വലിയ ഗുരുവില്ലല്ലോ. ബൈബിളാണ് ഏറ്റവും വലിയ ഗ്രന്ഥം. അപ്പോൾ അക്കോർഡിംഗ് ടു ബൈബിൾ, അക്കോർഡിംഗ് ടു ക്രൈസ്റ്റ്, നമ്മൾ ആര് ജനിക്കുമ്പോൾ ദൈവമക്കളല്ല, മനുഷ്യമക്കളായിട്ടാണ് ജനിക്കുന്നത്. 2 കാര്യം ചെയ്താൽ ദൈവമക്കളായി മാറുന്നു. ചെറിയവനായ ഞാനല്ല, വലിയവനായ കർത്താവ് പറയാണ്. ഏത് 2 കാര്യം? 1 യേശുവിനെ സ്വീകരിക്കുക, 2 യേശുവിൽ വിശ്വസിക്കുക. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇതൊന്ന് നമ്മുടെ ആത്മീയത എവിടെയാണെന്ന് വിലയിരുത്താം. ശരിക്കും ഒരു ആത്മീയത എവിടെയാണെന്ന് പഠിക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ വിശുദ്ധ കുർബാന സ്വീകരിച്ചു. അതിലൂടെ നമുക്ക് എന്തുണ്ടായത്? യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 54-ാം വാക്യം വായിച്ചേൻ. കുറച്ച് നേരത്തെ നമ്മളെല്ലാവരും, ഞാൻ കാലത്ത് കുർബാന സ്വീകരിച്ചു, ഇപ്പോൾ 2 പ്രാവശ്യം സ്വീകരിച്ചെന്ന്. എനിക്ക് കാലത്ത് കുർബാന പങ്കുകൊണ്ടാലും ഒരു സുഖം ഉണ്ടാവുള്ളൂ. അപ്പോൾ ദൈവമക്കളെ, ഇപ്പോൾ നമ്മൾ കുർബാന എന്തുണ്ടായത്? ഇപ്പോൾ നമ്മൾ അക്കോർഡിംഗ് ടു ബൈബിൾ, അക്കോർഡിംഗ് ടു ക്രൈസ്റ്റ്, ഉറക്കെ വായിച്ചെല്ലാവരും എൻ്റെ ശരീരം ഭക്ഷിക്കുകയും, ഉറക്കെ വായിക്കണം കേട്ടോ. എല്ലാവരും ഉറക്കെ വായിച്ചേൻ. അപ്പോൾ ഓരോ കുർബാന സ്വീകരണം അക്കോർഡിംഗ് ടു ബൈബിൾ, അക്കോർഡിംഗ് ടു ക്രൈസ്റ്റ് നിത്യജീവനാണ് തരണേ. ഈ പ്രപഞ്ചത്തിൽ ഒരാൾക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു സത്യമാണ് മരണം. എന്നാൽ ദൈവത്തിനില്ലാത്തതാണ് മരണം. അപ്പോൾ ഞങ്ങൾ ദൈവമക്കളായതുകൊണ്ട് മരണമില്ലാത്തവരായി മാറാണ്. അതുപോലെ നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ജപമാലയ്ക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി അതിൽ യേശുവിൽ വിശ്വസിക്കുന്നു പറഞ്ഞു. അതിലെന്തുണ്ടായി നമുക്ക്? അതിനെക്കുറിച്ച് റോമ 10:9 എന്താ ദൈവാത്മാവ് പറഞ്ഞു തന്നെ? പരിശുദ്ധ ഉറക്കെ വായിച്ചൻ. റോമ 10:9 ഉറക്കെ വായിച്ചെല്ലാവരും. ആകിയാൽ യേശു, ഉറക്കെ വായിക്കണം കേട്ടോ. ആകിയാൽ യേശു കർത്താവാണ്, അതുകൊണ്ട് ഏറ്റു പറയും, ദൈവം അവനെ മരിച്ചവരിന്ന് ഉയർപ്പിക്കുകയും ചെയ്തു എന്ന് നീ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ. അപ്പോൾ നമ്മൾ ഈശോ ആവശ്യപ്പെട്ട 2 റിക്വയർമെൻറ്റ് നമ്മൾ പൂർത്തീകരിച്ചു. നമ്മളെല്ലാവരും യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ട്, യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പരിശുദ്ധാത്മ പറഞ്ഞു തരുന്നത് ഗലാത്യരുടെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലാണ്. ഇപ്പോൾ നമ്മുടെ അവസ്ഥ അക്കോർഡിംഗ് ടു ബൈബിൾ, അക്കോർഡിംഗ് ടു ഹോളി സ്പിരിറ്റ്. അതാണ് ഗലാത്യർ 4:6. അവർക്ക് പറഞ്ഞ എല്ലാവരും വായിച്ചേൻ. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ച്. അടുത്ത 7-ാമത്തെ വാക്യം കുറേയൂടെ മനോഹരമാണ്. മക്കളായതിനാൽ നിങ്ങൾ ആകിയാൽ ഇനിമേൽ നിങ്ങൾ ദാസരല്ല, പിന്നെയോ പുത്രരാണ്. സ്ത്രീകൾ പ്രയാസപ്പെടേണ്ട, പുത്രികളോടാണ് കേട്ടോ. പുത്രരെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശികളുമാണ്. ഇപ്പം നേരത്തെ നമ്മുടെ സഹോദരൻ പ്രാർത്ഥന ലീഡ് ചെയ്തപ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ രാത്രി തരുന്ന പട്ടി പറഞ്ഞു. തികച്ചും സത്യമാണ്. കാരണം അക്കോർഡിംഗ് ടു ബൈബിൾ, അക്കോർഡിംഗ് ടു ക്രൈസ്റ്റ്, ബൈബിളിലുള്ള എല്ലാ അനുഗ്രഹത്തിനും നമ്മൾ അവകാശികളാണെന്ന് ചെറിയവനായ ഞാനല്ല, വലിയവനായ പരിശുദ്ധാത്മാവ് ഉറപ്പിച്ച് പറയുന്നു. മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളാണ്. നമ്മുടെ ബൈബിളിൽ എത്ര അനുഗ്രഹം, എത്ര ബ്ലെസ്സിങ് ഉണ്ടെന്ന് അറിയും നിങ്ങൾക്ക്? എല്ലാവരും ഏറ്റു പറഞ്ഞോ. 8,000
810 ബ്ലെസ്സിങ്സ് ഉണ്ട് ഇതിൽ. ഈ 10 ദൈവമക്കൾക്കുള്ള 8810 ദൈവമക്കൾക്കുള്ളതാണ്. ചില ബ്ലെസ്സിങ്സ് റിപ്പീറ്റ് ചെയ്ത് ഫോർ എക്സാമ്പിൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്, അത് 365 പ്രാവശ്യം പറയണ്ട. അങ്ങനെ കൂട്ടുമ്പോഴാണ് 8000 ചില്ലാന്ന് പറഞ്ഞത് കേട്ടോ. 8810 ബ്ലെസ്സിങ്ങും നമുക്കുള്ളതാണ്. അതിനൊരു കാരണമുള്ളൂ, നമ്മൾ ദൈവത്തിൻ്റെ ഒക്കെ പറഞ്ഞ ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട്. മക്കളാണെങ്കിലാണ്, അപ്പോൾ നമ്മൾ മക്കളായി ജീവിച്ചാൽ ഇത് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഒരു ക്രിസ്ത്യാനിറ്റി എത്രമാത്രം അമൂല്യമാണ്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ മനുഷ്യന് എത്രമാത്രം അമൂല്യമാണ് ക്രിസ്തു എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്ന ബൈബിളിലെ രംഗമാണ് കൊറിന്ത്യോസുകാരുടെ 1-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 13 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യോസ് 3-ാം അധ്യായത്തിൻ്റെ 11 തൊട്ട് താഴേക്കുള്ള വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാണ് പറയുക. നമ്മൾ ഈ വായിക്കാൻ പോകുന്ന പാരഗ്രാഫിൽ 6 സ്റ്റേറ്റ്മെൻറ്റാണ് പരിശുദ്ധാത്മാവ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 6 ഞാൻ വിശദീകരിച്ചു തരാം. ഒരു മനുഷ്യന്, നമ്മൾ ഈ 10, 7000, 8000, 10000 പേർക്കല്ല, ഇന്ന് പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന 800 കോടി അല്ലേ, 800 കോടി ജനങ്ങൾക്ക്, ഇന്ന് വരെ ജനിച്ചവർ, ഇനി ജനിക്കാൻ പോകുന്ന എല്ലാ മനുഷ്യരും യേശു ക്രിസ്തു ആരാണെന്ന് ചെറുവനായ ഞാനല്ല, സർവജ്ഞായ പരിശുദ്ധാത്മാവ്, ബൈബിളിലൂടെ പരിശുദ്ധാത്മ സംസാരിക്കുക പറഞ്ഞ രംഗമാണ് കൊരിന്ത്യരോട് 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. നമുക്കത് വ്യക്തമായി വായിക്കാൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ ദൈവമക്കളെ എല്ലാവരും എന്നോട് ചേർന്ന് ഉറക്കെ വായിച്ചോ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. ദൈവമക്കളെ, അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്കുള്ള ഏക അടിസ്ഥാനമാണ് യേശു ക്രിസ്തു. ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് അതാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ഇതാണ്. 6 സ്റ്റേറ്റ്മെൻ്റാണ് ഈ പാരഗ്രാഫിൽ കേട്ടോ പരിശുദ്ധാത്മാവ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിന് പുറമെ മറ്റൊന്ന് പണിയാൻ ആർക്കും, എന്നോട് ചേർന്ന് ഉറക്കെ വായിക്കേ, യേശുവിനെ മാറ്റി നിർത്തി ആർക്കും രക്ഷ പ്രാപിക്കാൻ പറ്റില്ലെന്ന് ജീവിക്കുന്നവനായ പരിശുദ്ധാത്മാവ്, സർവജ്ഞാനിയ പരിശുദ്ധാത്മാവ് തൻ്റെ മക്കളെ ഉത്ബോധിപ്പിക്കുന്നു. അതിന് പുറമെ മറ്റൊന്ന് പണിയുവാൻ ആർക്കും. ദൈവമക്കളെ, 3-ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് ഗൗരവമുള്ളതാണ്. അത് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാം. അവിടെ 3-ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ഈ അതായത് യേശുവാകുന്ന അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെ പടി പരസ്യമാകും. അപ്പം അവിടെ നമുക്ക് പറയണത്, നമുക്ക് നമ്മുടെ ആത്മീയത 6 തരത്തിൽ പടിയാന്ന് പരിശുദ്ധാത്മ പറയണത്. ഏത് 6 തരം? സ്വർണം, വെള്ളി, രത്നം, തടി, പുല്ല്, വൈക്കോല്. ഇതാരെ തീരുമാനിക്കുക? ഞാനാണ് തീരുമാനിക്കുക. എൻ്റെ ആത്മീയത എങ്ങനെ വേണമെന്ന് ഈ പ്രപഞ്ചത്തിൽ എനിക്ക് മാത്രമേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. മറ്റാരെയും പഴിചാരണ്ട, മാതാപിതാക്കന്മാരെയും പഴിചാരണ്ട, ജീവിത പങ്കാളിയും പഴിചാരണ്ട, സാത്താനെയും പഴിചാരണ്ട, ആരെയും പഴിചാരണ്ട. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ പിഴ. പാപം ചെയ്യാൻ പ്രലോഭനം തരാനേ സാത്താന് പറ്റുള്ളൂ. ചെയ്യണ വേണ്ട നമ്മൾ തീരുമാനിക്കണം. നന്മ ചെയ്യാൻ പ്രചോദനം തരാനേ പരിശുദ്ധാത്മാവിന് സാധിക്കുള്ളൂ. അവിടെ നമ്മൾ തന്നെ തീരുമാനിക്കണം. ഇനി പരിശുദ്ധാത്മ പറയാണ്, നമുക്ക് ആത്മീയത 6 തരത്തിൽ പണിയാം. ഉപമയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏതാണ് തരം? സ്വർണം, വെള്ളി, രക്തം, തടി, പുല്ല്, വൈക്കോല്. അടുത്ത ദിവസം പറയണം കർത്താവിൻ്റെ ദിനത്തിൽ അത്. അടുത്ത വാക്യം 4-ാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ഇതാണ്: കർത്താവിൻ്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും. നമ്മുടെ ആത്മീയത എങ്ങനെയാണെന്ന് വ്യക്തവും സ്പഷ്ടമായിട്ട് ലോകത്തിൻ്റെ ഭാഷ പറഞ്ഞാൽ മാറ്റൊരിച്ച് നോക്കുന്ന ഒരു നാൾ എനിക്ക് നിനക്കുമുണ്ട്. അതിന് തിരിച്ചു പറയുന്ന പേരാണ് തനത് ന്യായവിധി. ഇവിടെ നമ്മൾ പരദേശികളും കൂടാരവാസികളുമാണ്. സ്വർഗത്തിലേക്ക് തീർത്ഥാടനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ കർത്താവിൻ്റെ പരിശുദ്ധാത്മ പഠിപ്പിച്ചത്. കർത്താവിൻ്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും. അടുത്ത അതിനേക്കാൾ വലിയ ഗൗരവമുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്: ഓരോരുത്തരുടെ പണി ഏത് തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും. അടുത്തത് ഏറ്റവും ഗൗരവമുള്ള മെസ്സേജാണ്. ഇതിൽ നമ്മൾ ഇനി വായിക്കാൻ പോണേ. എല്ലാവരും വായിച്ചേൻ: ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ, ഒക്കെ വായിക്കേ, ആരുടെ പണി നിലനിൽക്കുന്ന അവൻ സമ്മാനിതനാകും, ആരുടെ പണി അഗ്നിക്കിരയാവുന്ന അവന് നഷ്ടം സഹിക്കേണ്ടി വരും. അപ്പോൾ അവിടെ വലിയൊരു ആത്മീയപരമുള്ള പരിശുദ്ധാത്മ നമുക്ക് തന്നു. പണതുകൊണ്ട് ആർക്ക് സമ്മാനം കിട്ടണമെന്നില്ല. നിലനിന്നെങ്കിലേ സമ്മാനം ക്ലിയർ അല്ലേ? ഇനി വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചോടത്തേക്ക് പിന്നാക്കം പോവാണ്, അങ്ങോട്ട് തിരിച്ചു പോവാണ്. എത്ര തരത്തിൽ പണിയാന്ന് പറഞ്ഞത്? 6 തരം. ഏത് 6 തരം? സ്വർണം, വെള്ളി, രത്നം, തടി, പുല്ല്, വൈക്കോല്. അത് ക്ലിയറായി. പരിശോധന അഗ്നിയാന്ന് കണ്ടു. ഇനി നമുക്ക് നമ്മളെ ഇവാലുവേഷൻ നമ്മുടെ ആത്മീയത എവിടെയാണെന്ന്. നമ്മുടെ ആത്മീയത നമ്മൾ പുല്ല് പോലെ അല്ലെങ്കിൽ വൈക്കോല് പോലെ തടി പോലെ 3 ഞാൻ ഒരു ഗ്രൂപ്പാക്കി മാറ്റാണ്.
അങ്ങനെയാണ് നമ്മുടെ ആത്മീയത പരിധിയെന്ന് എല്ലാ പുല്ലെന്നൊരു കോമൺ വാക്ക് ഉപയോഗിക്കാം. നമ്മുടെ ആത്മീയത പുല്ല് പോലെയാണ് നമ്മൾ കരുതിയെന്ന് വെക്കുക. ഈ പുല്ലിന് അഗ്നി നേരിടാൻ പറ്റുമോ? ഇല്ല. നിലനിൽക്കുമോ? ഇല്ല. സമ്മാനം കിട്ടുമോ? ഇല്ല. അപ്പോൾ ചുരുങ്ങി നമ്മൾ വെള്ളി പോലെങ്കിലും പണിയണം. വെള്ളി ഒരുക്കാൻ പറ്റില്ല, അതാക്കാൻ പറ്റില്ല. സ്വർണ്ണാണെങ്കിൽ കുറേ കൂടി സോളിഡായി. രത്നാണെങ്കിൽ ഒരുക്കാനും പറ്റില്ല. അപ്പോൾ നമ്മുടെ ആത്മീയത എങ്ങനെയാണ് പണിയേണ്ടത്? രത്നത്തെ പോലെ. അപ്പോൾ അടുത്ത ചിന്ത വരികയാണ്, എന്താണ് രത്നത്തെ പോലെ പണിയുക? പുല്ല് പോലെ. പുല്ലെന്ന് പറഞ്ഞാൽ തടി വൈക്കും 3 ഉൾക്കൊള്ളിച്ചിട്ട് ഞാൻ പറയണേ. എന്താണ് അത്? ലളിതമാണ്, വളരെ ലളിതമാണ്. മറ്റെല്ലാത്തിനേക്കാളും പ്രാധാന്യം ആത്മീയതയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ആത്മീയ രത്നത്തെ പോലെ പണിയുന്നു. മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് മിച്ചമുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുത്താൽ പുല്ല് പോലെ കരുതുന്നു. ഒരു ഉദാഹരണത്തിന്, വീട്ടിൽ വിരുന്നുകാർ വന്നാൽ നമ്മളെന്താ മാറ്റി വയ്ക്കുക? ഉറക്കപ്പറ. പെരുന്നാൾ വന്നാലോ, കല്യാണം വന്നാലോ, ടി വിയിൽ നല്ല പ്രോഗ്രാം വന്നാലോ, ദൈവമക്കളെ നമ്മൾ മാറ്റി വയ്ക്കുന്ന കുടുംബ പ്രാർത്ഥനയായിരിക്കാം. അല്ല, ഇന്ന് ഭയങ്കര മഴ, അപ്പോൾ എന്ത് മാറ്റി വെച്ചു? കുർബാന പോക്ക് മാറ്റി വെച്ചു. ഇന്ന് ഭയങ്കര മഴ, നമുക്ക് നാളെ നമ്മൾ ജോലിക്ക് ദുബായിക്ക് പോവാണ്, അല്ലെ ഇന്ന് കാലത്താണ് ഫ്ലൈറ്റ്. നമ്മൾ കാലത്ത് ഇറങ്ങാൻ നേരത്ത് ഭയങ്കര മഴ. ഭയങ്കര മഴയല്ലേ, എങ്ങനെ പോവാം? 2 ദിവസം കഴിഞ്ഞിട്ട് പോവാം. മാറ്റി വയ്ക്കുക. നമ്മൾ ടിക്കറ്റ് തരും, അത് നാലും പോണേ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിക്കുമോ? എത്ര മഴയായാലും. കാരണം അവിടെ നമ്മൾ അമിത പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിനേക്കാൾ 10,000 കോടി ഇരട്ടി പ്രാധാന്യം കൊടുക്കേണ്ടതാണ് ആത്മീയത. അത് നമ്മൾ പുല്ല് പോലെ കരുതുന്നു. ദൈവമക്കളെ, ജീവിക്കുന്ന കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ പറഞ്ഞു തരാണ്, നിന്റെ ആത്മീയത പുല്ല് പോലെയാണ്. പുല്ലെന്ന് പറഞ്ഞാൽ വൈക്കോലും തടിയും 3 ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ആണ് കരുതെങ്കിൽ കർത്താവിൻ്റെ നിന്നത്തിൽ അതേ അഗ്നിയാൽ അത് ശോധന ചെയ്യപ്പെടുമ്പോൾ നിലനിൽക്കില്ല. നിലനിന്നില്ലെങ്കിൽ സമ്മാനം കിട്ടില്ല. വളരെ അമൂല്യമായൊരു ആത്മീയ ബോധ്യമാണ് പരിശുദ്ധാത്മ തരുന്നത്. നമുക്കവിടെ സമ്മാനം കിട്ടാത്തൊരു ആത്മീയ ജീവിതമാണ്, ഒരു ചടങ്ങ് ജീവിതമാണ് നമ്മൾ നയിച്ചതെങ്കിൽ പിന്നെ നാം നേരിടേണ്ടി വരിക ഭയാനകമായ അവസ്ഥയായിരിക്കുമെന്നാണ് ആ പാരഗ്രാഫിൻ്റെ അവസാന വാക്യം പറയുന്നത്. കൊരിന്ത്യരോട് 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം എല്ലാവരും ഉറക്കെ വായിച്ചേൻ. പിന്നെ അതിന് പാരഗ്രാഫ് ലാസ്റ്റ് വാക്യമാണ്. അവിടെ ഇങ്ങനെയാ പറയാ, എങ്കിലും അഗ്നിയിലൂടെ എന്ന വണ്ണം. പിന്നെ നേരിടേണ്ടത് ഭയാനകമായ അഗ്നിയാണെന്ന് പറയണേ. ദൈവമക്കളെ, അതാണ് അവസാനത്തെ 1 കൊരിന്ത്യർ 3-ന്റെ 15-ാം വാക്യം. ആരുടെ പണ അഗ്നിക്കേറി അവൻ നഷ്ടം വഹിക്കേണ്ടി വരും. പിന്നെ അവനെ നേരിടാനുള്ളത് അതിഭയങ്കരമായ അനർത്ഥമായിരിക്കും. അതാണ് പരിശുദ്ധ അഗ്നിയിലൂടെ എണ്ണം. അപ്പം ഇത്രയും ആത്മീയത തീക്ഷ്ണതയോടെ, മറ്റേത് കാലഘട്ടത്തെക്കാൾ തീക്ഷ്ണതയോടെ നാം അനുഷ്ഠിക്കേണ്ട ഒരു സമയത്താണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ചെയ്താലേ ആത്മീയതയുടെ പുണ്യം നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ പിതാവായ ദൈവം പ്രഭാഷകന്റെ പുസ്തകം 35-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം, നമ്മുടെ ആത്മീയം നമുക്ക് അനുഗ്രഹമായി മാറണമെങ്കിൽ എന്തെങ്കിലും ഒരു ഉപരിവിപ്ലവമായിട്ട് ചടങ്ങായിട്ട് ചെയ്താൽ പറ്റില്ല എന്നാണ് പറയണേ. മറിച്ച് അവിടെ ദൈവം നമ്മുടെ അപ്പം പറഞ്ഞു തരാണ്. എല്ലാവരും ഏറ്റുവായിച്ചേൻ. കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്. അവൻ്റെ പ്രാർത്ഥനയെ, മേഘം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഹെവൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ട്രാൻസ്ലേഷൻ വേറെ വാക്കില്ലാണ്ട് മേഘം എഴുതിയുള്ളൂ. ദൈവമക്കളെ, സ്വർഗത്തിൽ ദൈവത്തിരുമ്പിൽ എത്തണമെങ്കിൽ ഈശോയുടെ ഭാഷ പറഞ്ഞ രക്തത്തെ പോലെ പിതാവായ ദൈവത്തിൻ്റെ ഭാഷ പറഞ്ഞാൽ കർത്താവിനെ പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്. അവൻ്റെ പ്രാർത്ഥന മേഘം നമ്മുടെ സ്വർഗത്തിന് പര്യായ വാക്കാണ്, അവിടെ എത്തുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പിതാവ് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, ജ്ഞാനം 6:10 ഇങ്ങനെ ഉറക്കെ വായിച്ചെല്ലാവരും. അവിടെ പറയാണ്, വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാവും. അവ അഭ്യസിക്കാന്നാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. എത്ര വലിയ വിരുന്നുകാരം വന്നാലും ഞാൻ കുടുംബ പ്രാർത്ഥന മാറ്റിവെക്കുന്ന പ്രശ്നമില്ല. എത്ര വലിയ മഞ്ഞ് വന്നാലും മഴ വന്നാലും കുർബാന മാറ്റിവെക്കുന്ന പ്രശ്നമില്ല. അത് അഭ്യസിക്കുന്നവൻ അനുഗ്രഹമായി മാറാൻ രക്ഷ പ്രാപിക്കും. ഒന്നുകൂടി വായിച്ചെല്ലാവരും. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. അവ അഭ്യസിക്കുന്നവർ. അതാണ് ദൈവമക്കളെ, ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ ഉദ്ദേശം. ഏദൻ തോട്ടത്തിൽ ആദ്യ മനുഷ്യൻ്റെ അനുസരണയെ കീഴിലൂടെ മനുഷ്യൻ്റെ മേൽ കടന്നു വന്ന നഷ്ടപ്പെട്ട ദൈവമക്കളെന്നുള്ള സ്ഥാനവും കടന്നു വന്ന ദുഃഖങ്ങളും ഏറ്റെടുക്കാനാണ്. ഏദൻ തോട്ടത്തിൽ ആദ്യ മനുഷ്യൻ്റെ അനുസരണ കീഴിലൂടെ മനുഷ്യൻ്റെ ദൈവമക്കൾ എന്നുള്ള സ്ഥാനം നഷ്ടപ്പെട്ടു. അതിലൂടെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ദുഃഖം വന്നു. അതുവരെ ദുഃഖമില്ല. ആ ദുഃഖം ഏറ്റെടുക്കലാണ്. ദൈവമക്കൾ എന്നുള്ള സ്ഥാനം തിരിച്ചു തന്ന് നമ്മുടെ ദുഃഖം ഏറ്റെടുത്ത് നമ്മളെ സന്തോഷത്തിലേക്ക് നയിക്കുക എന്നതായിരുന്നു ഈശോയുടെ രക്ഷാകരണ കൃത്യത്തിൻ്റെ പ്രധാന ഉദ്ദേശം.
കാരണം നമ്മളെല്ലാം ഒരു മനുഷ്യനെ എത്ര മേഖലയിൽ ദുഃഖമുണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? നിങ്ങൾ എന്തിനു ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഈ 10, 7,000, 8,000, 10,000 പേരല്ല, 800 കോടി ജനത്തെ എടുത്തോ. ഈ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് ദുഃഖമുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ 5 കാരണങ്ങളുള്ളൂ. കാരണം 5 വേണമെന്നില്ല, 5 ഏതെങ്കിലും ഒന്നെങ്കിലും ഉണ്ടായാൽ മതി. ഏതൊക്കെയാണ് ഈ ലോകത്തിൽ ദുഃഖമുണ്ടാക്കുന്ന കാരണങ്ങൾ? ഒരു മനുഷ്യ ദുഃഖം തരുന്ന ഒന്നാമത്തെ കാരണമാണ് പാപങ്ങൾ. പറഞ്ഞെല്ലാവരും നമ്മുടെ പാപം തന്നെ ആവണമെന്നില്ല, നമ്മളുമായി അടുത്തിടപെടുന്നവരുടെ പാപം നമുക്ക് ദുഃഖം തരും. ഉദാഹരണത്തിന് കുടുംബനാഥൻ കള്ളുടീനായി നിൽക്കുക, അതിൻ്റെ പ്രയാസം ഭാര്യ മക്കൾ അനുഭവിക്കും. അല്ലെ മോൻ താന്തോ ഇല്ല മോള് ഒരു തെറ്റായ ബന്ധത്തിൽ പെട്ടു, അവളാണ് പാപം ചെയ്ത്, അതിൻ്റെ പ്രയാസം മക്കളും മറ്റ് സഹോദരങ്ങളും മാതാപിതാക്കന്മാരെ അനുഭവിക്കും. അപ്പം നമ്മളുമായി അടുത്തിടപെടുന്നവരുടെ പാപം നമുക്ക് ദുഃഖം തരും. അപ്പം നമ്മുടെ അയൽവാസി ഒരു വൃത്തികെട്ട മനുഷ്യനാണ്, താപ്പ് കിട്ടിയാൽ നമ്മുടെ അതിർത്തി മാതം നമുക്കെതിരെ കേസും കൊടുക്കും. പാപം ചെയ്യുന്ന അയാളാണ്, പക്ഷെ അയാളുടെ അയൽവാസി നമ്മളായതുകൊണ്ട് അയാളുടെ പാപത്തിൻ്റെ പ്രയാസം നമ്മൾ അനുഭവിക്കും. അപ്പോൾ ഈ ലോകത്തിൽ മനുഷ്യ ദുഃഖമുണ്ടാക്കുന്ന ഒന്നാമത്തെ മേഖലയാണ് പാപങ്ങൾ. എല്ലാ ദുഃഖത്തിൻ്റെയും കാരണം പാപങ്ങളല്ല. ഈ ലോകത്തിൽ മനുഷ്യ ദുഃഖമുണ്ടാക്കുന്ന രണ്ടാമത്തെ മേഖലയാണ് രോഗങ്ങൾ. പറഞ്ഞെല്ലാവരും നമുക്കൊക്കെ രോഗം വന്ന സന്തോഷ ദുഃഖം ഉണ്ടാവണേ എന്നൊക്കെ പറഞ്ഞേ. രോഗം വന്ന സന്തോഷമാണ് ദുഃഖം ഉണ്ടാവുക. ഉറക്കെ പറ. നമ്മുടെ മക്കൾക്ക് വന്നാലോ, അപ്പന് വന്നാലോ, അമ്മയ്ക്ക് വന്നാലോ, അമ്മായിമ്മയ്ക്ക് വന്നാലോ, ചിലരുടെ മുഖത്തൊക്കെ ചില സന്തോഷമുണ്ട്. ദൈവമക്കളെ, നമ്മളുമായി അടുത്തിടപെടുന്നവരുടെ രോഗമാണ് ഈ ലോകത്തിലെ ദുഃഖത്തിൻ്റെ ഒരു കാരണം. എല്ലാ ദുഃഖത്തിൻ്റെയും കാരണം രോഗങ്ങളല്ല. ഈ ലോകത്തിൽ മനുഷ്യ ദുഃഖമുണ്ടാക്കുന്ന മൂന്നാമത്തെ കാരണം എന്താണെന്നറിയോ? ശാപങ്ങൾ. ശാപം എന്ന് പറഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് അതിന് വിശദീകരിക്കണം. നാം ചെയ്യുന്ന ചില പാപങ്ങൾക്ക് കാലി ശിക്ഷ, തിരിച്ചവിടെ ഭാഷയിൽ കാലി ശിക്ഷയുണ്ട്. ഞങ്ങൾ പഴയ ആളുകൾ പറയാം ഉത്തിരീപ്പ് കടങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കുർബാനയിലൊക്കെ പാപങ്ങളും കടങ്ങളും ക്ഷമിക്കണേ നമ്മൾ പ്രാർത്ഥിക്കുക. അതെല്ലാ പാപങ്ങൾക്കില്ല. ബൈബിളിൽ 600 ചില്ലാനം കൽപ്പനയുണ്ട്. ഈ 600 ചില്ലാനം കൽപ്പനകളുടെ തിരുസഭ 5 ഗ്രൂപ്പായിട്ട് മാറ്റിയിട്ടുണ്ട്. ഏതാണെന്ന് നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ അറിയാം, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. അതിലൊരു ഗ്രൂപ്പാണ് വേദപ്രമാണങ്ങൾ 10, നമ്മളെല്ലാ ധ്യാനത്തിലും കേട്ടിട്ടുണ്ട്. രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ പേരാണ് തിരുസഭയുടെ കൽപ്പനകൾ 5, അത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. മൂന്നാമത്തെ ഗ്രൂപ്പിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവിന് എതിരായ പാപങ്ങൾ. എത്രയാണ്? 6 നാലാമത്തെ ഗ്രൂപ്പിൻ്റെ പേരാണ് മൂലപാപങ്ങൾ, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് 4 കൂടാതെ ഏറ്റവും ഗൗരവമേറിയ ഒരു കാറ്റഗറി പാപം സഭ തൻ്റെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എത്ര പേരത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ബൈബിൾ ഏറ്റവും ഗൗരവമുള്ള പാപമാണ്. ആ കാറ്റഗറി പാപത്തിന് തിരിച്ചു പറയുന്ന പേരാണ്, എല്ലാവരും ഏറ്റു പറഞ്ഞ ദൈവ തിരുമുമ്പിൽ, ഉറക്കെ പറ, ദൈവ തിരുമുമ്പിൽ പ്രതികാരം ആവശ്യപ്പെടുന്ന പാപങ്ങൾ. അങ്ങനെയുള്ള പാപം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കുംസാരത്തിൽ ഏറ്റു പറയുമ്പോൾ അതിൻ്റെ പാപത്തിൻ്റെ പോർഷൻ കഴിഞ്ഞു, കടങ്ങളുടെ പോർഷൻ അവിടെ റിമെയിൻ ചെയ്യും. അത് പിന്നെ 3 രീതിയിലാണ് നമ്മൾ എടുത്തു മാറ്റപ്പെടുക. ഒന്നുകിൽ ശുദ്ധീകരണ സ്ഥലത്തിലൂടെ നമുക്ക് മോചനം പ്രാപിക്കാം, അല്ലെങ്കിൽ ഈ ജഡത്തിൽ ഒരുപാട് സഹനങ്ങൾ. പ്രഭാഷകന്റെ പുസ്തകം 2:5 പരിശുദ്ധ നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ, സ്വർണം അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂടിൽ കർത്താവിന്. മക്കളെ, ഈ ജഡത്തിൽ അതാണ് വിശുദ്ധന്മാർക്കൊക്കെ ഒരുപാട് സഹനം അനുവദിക്കുന്ന അങ്ങനെയാണ്. ഇത് രണ്ടും ഇല്ലാണ്ടൊരു സൂത്രപ്പണിയുണ്ട്, അതിൻ്റെ പേരാണ് ദണ്ഡവിമോചനങ്ങൾ. ഇപ്പോൾ ഈ വലിയ നോമ്പിൽ ഒരുപാട്, അപ്പോൾ നിങ്ങൾ ഈ ധ്യാനം കൂടുന്ന എല്ലാവർക്കും പൂർണ്ണ ദണ്ഡമോചനമുണ്ട്. ഇപ്പോൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത വ്യക്തികൾക്ക്, ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും ദണ്ഡമോചനമുണ്ട്. പറയുന്ന എനിക്കും ദണ്ഡമോചനമുണ്ട്. ഈ ദണ്ഡമോചനം വലിയ നോമ്പ് നമ്മുടെ ഓശാന ഞായർ വരെയാണ്, അതിന് ദണ്ഡമോചനമുണ്ട്. പെസഹായാഴം, ദുഃഖവെള്ളി, ദുഃഖശനി, എല്ലാ ഈ വലിയ നമ്മൾ മിക്കവാറും പള്ളികളിൽ കുരിശിൻ്റെ വഴി നടത്തുന്നില്ലേ, നമ്മൾ അറ്റൻഡ് അതിന് പൂർണ്ണ ദണ്ഡമോചനം. ഇങ്ങനെ കുറേ ദണ്ഡമോചനമുണ്ട്. പക്ഷെ അത് നമുക്ക് ദണ്ഡമോചനം ചെയ്താലും വാലിഡ് ആവണമെങ്കിൽ ചെയ്യുന്നത് നമുക്ക് 4 യോഗ്യത വേണം. ഒന്ന്, നമ്മൾ കത്തോലിക്കരായിരിക്കണം. ഒന്നാമത്തെ മാർപ്പാപ്പയുടെ കീഴിലുള്ള 24 റീത്തിൽ ഏതെങ്കിലും റീത്തിൽപ്പെട്ടവരായാൽ മതി. രണ്ടാമത്, ആ ചെയ്യുന്ന വ്യക്തി നമ്മളാണെങ്കിൽ നമ്മൾ പ്രസാദവരത്തിലായിരിക്കണം. അതായത് കുദാശകൾ ഉൾക്കൊള്ളാൻ അനുവാദമുള്ള വ്യക്തി. യു ആർ നോട്ട് എ ബേൺഡ് ക്രിസ്ത്യനാണ്, നമ്മൾ വിലക്കപ്പെട്ട ക്രിസ്ത്യാനി ആകരുത്. ഒരു ഉദാഹരണം, നിങ്ങളൊരാൾ രജിസ്റ്റർ മേരി നടത്തി വയ്ക്കാനാണ്, യു ആർ ബേൺഡ് ക്രിസ്ത്യൻ. നിങ്ങൾക്ക് ഒരു കുദാശ ഉൾക്കൊള്ളാൻ അനുവാദമില്ല. അങ്ങനെയുള്ള ഒരു ദണ്ഡമോചന പ്രവൃത്തി ചെയ്താലും കിട്ടില്ല. മൂന്നാമതാണ്, പിന്നാണ് ഒരു ദണ്ഡമോചന പ്രവൃത്തി ചെയ്യണമെങ്കിൽ ആ പർട്ടിക്കുലർ ഡേയിൽ പരിശുദ്ധ പിതാവിൻ്റെ നിയോഗത്തിന് വേണ്ടി ഒരു സ്വർഗസ്ഥനായ നന്മ, അതാണ് നിങ്ങളെ കൊണ്ട് ഞാൻ ചെല്ലിച്ചത്.
അത് ചെയ്താൽ വേലിയിടാവുള്ളൂ. അതോ നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചത്. നാലാമതാണ് 3 ആഴ്ചയ്ക്കുള്ളിൽ കുംസാരിക്കണം. ദൈവമക്കളെ, ഇത് ഫ്രീ ക്വാളിഫിക്കേഷനാണ്. ഇത് 4 ഉണ്ടെങ്കിൽ ദണ്ഡഭവനം ചെയ്ത് ഈ പ്രവൃത്തി ചെയ്താലും കിട്ടുള്ളൂ. ഇതിലൂടെ നമുക്ക് ഇളച്ച് കിട്ടും. അപ്പം ഇതാണ് അങ്ങനെയുള്ള പാപങ്ങളെ നമ്മുടെ ദൈവം പിതാവ് ബൈബിളിലോട് പറയാ ശാപകരമായ പാപങ്ങൾ. അത് ഈ ശാപകരമായ പാപം എന്ന് പറഞ്ഞാൽ എല്ലാ പാപവും ഇല്ല. ചില പാപം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പരിണിതഫലം നമ്മുടെ തലമുറയിലേക്ക് വരും. അത് നമ്മൾ ചെയ്ത് തന്നെ ആവണമെന്നില്ല. ചില നമ്മൾ ഉപയോഗിക്കുന്ന മണ്ണ്, അല്ലെങ്കിൽ വീട്, വാഹനം, പുരയിടം, അതിലൊക്കെ അതിൻ്റെ പഴയ അവസ്ഥയിലൂടെയോ വ്യക്തികളിലൂടെ ചിലപ്പോൾ ശാപം കടന്നു വരാം. ഞാൻ ബൈബിളിൽ ഒരു 3-4 മിനിറ്റ് അതിനെക്കുറിച്ച് ചിലവഴിക്കുകയാണ്. ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ആയിരക്കണക്കിന് സംഭവമുണ്ട്, പക്ഷേ എൻ്റെ ക്ലാസ് അതല്ലല്ലോ. അതുകൊണ്ടാണ് ഒരു ഒറ്റ സംഭവം എന്താണെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞുതരാണ്. ബൈബിളിൽ ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്നു. എവിടെയായിരുന്നു? 10 രാജകൾ കടന്നിട്ടാണ് ഒരു വാഗ്ദാന ഭൂമിയിലെത്തണേ. അങ്ങനെ 9 രാജ്യം കഴിഞ്ഞു. അപ്പം ഇനി ഒരു രാജ്യമുള്ള, ആ രാജ്യത്തിൻ്റെ പേരാണ് ജെറിക്കോ. പറഞ്ഞെല്ലാവരും ഉറക്കെ പറഞ്ഞേ. ഇസ്രായേൽ ജനത്തിൻ്റെ കരബലത്തിനോ ആയുധബലത്തിനോ അതിന് തകർക്കാൻ പറ്റിയില്ല. പിന്നെ എങ്ങനെ തകർക്കാൻ പറ്റി നിങ്ങൾ എല്ലാ ധ്യാനത്തിലും കേട്ടിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ പറയാം. ഈ ജെറിക്കോയുടെ ചുറ്റും അവർ കിടന്ന് നടന്നു. 7 ദിവസം സർവ്വശക്തിയോടെ സ്തുതിച്ച് 7-ാം ദിവസം സർവ്വശക്തിയോടെ സ്തുതിച്ചപ്പോൾ 7-ാമത്തെ ദിവസം സ്തുതിച്ചപ്പോൾ ജെറിക്കോ തകർന്ന് തരിപ്പണമായി. ഇത് നമ്മൾ എല്ലാ ധ്യാനത്തിലും കേട്ടാണ്. പിന്നീട് കുറേ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതൊരു പക്ഷേ നിങ്ങൾ മിക്കവരും ഒരു ധ്യാനത്തിലും കേട്ടിട്ടുണ്ടാവില്ല. അത് പറയാനാണ്, ഇത് പറയാനല്ല, ഇനി പറയാൻ പോകുന്നത് പറയാനാണ് ഇതിൻ്റെ ആമുഖം എന്ന് പറഞ്ഞത്. പിന്നെ ഇത് എവിടെയാണ് സംഭവിക്കുന്നതെന്നറിയോ? ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിലാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം. അങ്ങനെ എല്ലാവരും ഭാവന കാണും. ജെറിക്കോ കോട്ട തകർന്ന് തരിപ്പണമായി. അപ്പം അന്ന് പ്രവാചകനും സൈനാധിപനും ഒരാളാണ്, ജോഷുവയാണ്. കാരണം മോശ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രവാചകനായ ജോഷുവ ആസ് വെൽ ആസ് സൈനാധിപൻ കൂടിയാണ്. ഈ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ജെറിക്കോയെ നോക്കിയിട്ട് ശപിക്കുകയാണ്. ആരെങ്കിലും ഈ കോട്ട പുതുക്കി പണിയാൻ തുനിഞ്ഞാൽ അതിൻ്റെ മാനം നമ്മൾ അസ്ഥിവാരം ബേസ്മെൻറ്റ് തറ മാന്താന്ന് പറയില്ലേ, മാനം മാന്താൻ തുടങ്ങുമ്പോൾ ആ തുനിഞ്ഞോൻ്റെ മൂത്ത മകൻ മരിക്കും. കട്ടിള വയ്ക്കുമ്പോൾ തുനിഞ്ഞോൻ്റെ ഇളയനും വരും. വായിച്ചോ ജോഷുവ 6:26. ഇതെങ്ങനെയാണ് ശാപം വർക്കൗട്ട് ചെയ്യണേ എന്ന് മനസ്സിലാക്കാൻ ബൈബിളിൽ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാണ്. ഉറക്കെ വായിച്ചോ, വേഗം വായിച്ചോ. ജോഷുവ എല്ലാവരും ഒരുമിച്ച് വായിച്ചേൻ. ജോഷുവ എന്ന അവരോട് ശപഥം ചെയ്ത് പറഞ്ഞു, ജെറിക്കോ പുതുക്കി പണിയാൻ തുനിയുന്നവൻ ശബ്ദൻ, അവൻ അതിൻ്റെ അടിസ്ഥാനമിടാൻ ഒരുമ്പിടുന്നവന്, അവൻ്റെ മൂത്ത മകനും കവാടങ്ങൾ നിർമ്മിക്കാൻ പരിശ്രമിക്കുന്നവന് ഇളയ മകനും. ഇത് സംഭവിക്കുന്നത് BC 1300-ലാണ്. നമ്മുടെ ബൈബിളിൻ്റെ കുറേ കാര്യങ്ങൾ ചരിത്രമായി, ബൈബിളൊരു ചരിത്ര പുസ്തകമല്ല, ആത്മീയ പുസ്തകമാണ്, എങ്കിലും ദർ ഇസ് ലോട്ട് ഓഫ് എവിഡൻസ്. ചരിത്രമായി ഒരുപാട് ഭാഗങ്ങൾ മാച്ച് ചെയ്യുന്നുണ്ട്. BC 1300 ലോകത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ കോട്ടയാണ് ജെറിക്കോ തകർക്കപ്പെട്ടെന്ന് ചരിത്രം അംഗീകരിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിന് ബൈബിൾ പറയാ പ്രവാചകന്മാരുടെ കാലഘട്ടമാണ്. മോശ, ജോഷുവ പ്രവാചകന്മാരാണ്. അടുത്ത കാലഘട്ടം ബൈബിളിൽ ഏതാണ്? ന്യായാധിപന്മാരുടെ കാലം. സാംസൺ, ഗിദിയോൻ, ഗാദ്, ഒക്കെ ന്യായാധിപന്മാരാണ്. പിന്നത്തെ കാലഘട്ടം രാജാക്കന്മാരുടെ കാലഘട്ടമാണ്. സാവൂള്, ദാവീദ്, സോളമൻ, അങ്ങനെ പോയി ജെറുബാബും. അങ്ങനെ രാജാക്കന്മാരുടെ കാലഘട്ടം അവസാനിക്കാറ് BC 800-ആയി. BC 800-ആയപ്പോൾ ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ, പലവട്ടം അവിടെയൊക്കെ പോയിട്ടുണ്ട്. ഈ ജെറിക്കോയുടെ തൊട്ടി കിടക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ബഥേൽ. പറഞ്ഞെല്ലാവരും. ബഥേലിലെ രാജാവിൻ്റെ പേര് ഹിയൽ രാജാവ് ജെറിക്കോ പുതുക്കി പണിയാം. 1 രാജാക്കന്മാരുടെ പുസ്തകം. അപ്പോൾ BC 800-ആയിട്ട് 500 വർഷം, BC ടൗണിലേക്ക് അവർ 500 വർഷം കഴിഞ്ഞു. 1 രാജാക്കന്മാർ 16-34 വാക്യം ഞാൻ ഇനി പറയാൻ പോണേ. 1 രാജാക്കന്മാർ 14-34 വാക്യം. ഈ ജെറിക്കോ ഇപ്പോൾ 500 വർഷങ്ങൾക്ക് വേണ്ടി ബഥേലിലെ ഹിയേൽ പുതുക്കി പണിതപ്പോൾ എന്തുണ്ടായെന്ന് വായിച്ചത് നിങ്ങൾ ഉറക്കെ വായിച്ചേൻ. എല്ലാവരും ഉറക്കെ വായിക്കി. അവൻ്റെ കാലത്ത് ബഥേലിലെ ഹിയേൽ ജെറിക്കോ പണിയിച്ചു. നൂനിൻ്റെ മകൻ 500 വർഷം മുമ്പാണ് കേട്ടോ. ഇന്നത്തെ അല്ല, അന്നത്തെ 1800. ഇത് നടക്കുന്ന BC 1300-ലാണ്. ജോഷുവ എഴുതി കർത്താവ് അരുളി ചെയ്തപോലെ നഗരത്തിൻ്റെ അടിസ്ഥാനമിട്ടപ്പോൾ അവൻ്റെ മൂത്ത മകൻ അഭിറാമും കവാടം നിർമ്മിച്ചപ്പോൾ ഇളമകൻ സെബൂവും. ഇനി ഇതെങ്ങനെയാണ് മാറണേ? നമ്മുടെ കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യത. ദൈവമക്കളെ, 42 വർഷമായി സുവിശേഷ വേലയിൽ ഞാൻ ഒരുപാട് പ്രധാനപ്പെട്ട മട്ടാലച്ചൻ്റെ പോലെ അതുപോലെ ഒരുപാട് ആത്മീയ ശിഷ്യന്മാരുടെ സഹായിയായിട്ട് ഈ ചെറിയവന് ശുശ്രൂഷ നൽകാൻ കർത്താവ് അവസരം നൽകിയിട്ടുണ്ട്. ആയിരക്കണക്കിന് 1000 എന്ന് പറഞ്ഞാൽ പോരാ, 10,000 ലക്ഷം എന്ന് പറയണം. അനുഗ്രഹ തടസ്സങ്ങളും ശാപങ്ങളും കർത്താവിൻ്റെ അഭിഷിക്തന്മാർ, ദാനഗുരുക്കന്മാർ ബന്ധനങ്ങളും ശാപങ്ങളും അയച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിർവീര്യമാകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഈശോയുടെ കുരിശുമരണം, ഈശോയുടെ നാമത്തിൻ്റെ ശക്തി നമ്മുടെ എല്ലാ ശാപങ്ങളും നിർവീര്യമാക്കാനാണ്. എങ്ങനെയാണ്?
ഈ ശാപം നിർവീര്യമാണ്. അതും എല്ലാത്തിനും കൊച്ചു കുട്ടികൾക്ക് മനസ്സിലാവുന്ന പോലെ ക്ലാരിറ്റിയിലാണ് നമ്മുടെ അപ്പൻ ബൈബിളിനോട് സംസാരിക്കണേ. അതും ഞാൻ പറഞ്ഞുതരാം. ഈ ജെറിക്കോയിലേക്ക് പ്രവാചകനായ എലീശ വരാം. 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരണം. 2 രാജാക്കന്മാർ 2-ന്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. ഈ എലീശ വന്നപ്പോൾ ആരിപ്പോൾ നമ്മളിവിടെ വട്ടായനിച്ചൊക്കെ വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും എല്ലാവരും ഓടിക്കൂടണില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് 10,000 വട്ടം. കാരണം എൻ്റെ ആദ്യകാല സഹായിയിൽ ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ദൈവമക്കളെ അതുപോലെ ഒരു മനസ്സിൽ കണ്ടാൽ മതി. ഓരോ സങ്കടങ്ങളും വേദനകളും പ്രയാസങ്ങളും നെടുവീർപ്പൊക്കെ ആയിട്ട് ഓരോരുത്തർ ഓടിക്കൂടി. ഈ എലീശ വന്നപ്പോൾ ആ ജെറിക്കോ നിവാസികൾ ഓടിക്കൂടി. പ്രവാചക കാണുന്നില്ലേ? 10,000 ഏക്കർ വളരെ ഫലവൃക്ഷമായ മണ്ണാണ്. ഇവിടെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടൊന്നും പച്ച പിടിക്കില്ല. ഈ ഉറവ കണ്ടോ? വേലക്കാലത്ത് പോലും നിറച്ച് വെള്ളം. ഈ വെള്ളം കുടിച്ചാൽ ഞങ്ങൾ രോഗികളാകുന്നു, ഞങ്ങളുടെ കന്നുകാലികൾ ചത്തുപോകുന്നു. ഈ സങ്കടം പ്രവാചകനായ എലീശയോട് പറഞ്ഞു. എലീശ ദൈവിക ജ്ഞാനമുള്ളവനാണ്, ദീർഘദർശിയാണ്. എൻ്റെ കാരണം മനസ്സിലായി എലീശയ്ക്ക്. അത് ആ മണ്ണിൻ്റെ മേളുടെ ശാപമാണ്. ആടെ ശാപം ജോഷുവ എത്ര വർഷം മുമ്പ്? 800 വർഷം മുമ്പ്, അല്ല 500 വർഷം മുമ്പ് എലീശ പറയാണ്, നിങ്ങൾ പുതിയ പാത്രമാകുകയും. അതാണ് കുംസാരം എന്ന് പറഞ്ഞാൽ ആ പഴയ ആസക്തികളാൽ കലുഷിതമായ ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റണം. അതൊക്കെയാണ് ധ്യാനങ്ങൾ നടക്കണേ. നിങ്ങളെല്ലാവരും കുംസാരിച്ചില്ലേ? ഞാനും കുംസാരിച്ചെന്ന്. അതാണ് പുതിയ പാത്രമാകിയവൻ. പിന്നെ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്നതാണ് ഉപ്പിൻ്റെ പ്രതീകം. എന്നിട്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഉറവിലിട്ടു. എലീശ പറയാണ്, കർത്താവ് അരുളി ചെയ്യുന്നു, ഈ വെള്ളം ഞാൻ ശുദ്ധീകരിച്ചിരിക്കുന്നു. ഈ ജെറിക്കോ ഞാൻ കണ്ടിട്ടുണ്ട് ദൈവമക്കളെ. അവിടെ പലവട്ടം പോയിട്ടുണ്ട്. 500 വർഷം പാഴ്ഭൂമിയായ ജെറിക്കോയുടെ ഇന്നത്തെ അവസ്ഥ ലോകത്തിലെ ഏറ്റവും മനോഹരമായ രുചിയേറിയ വിലയേറിയ, നമ്മൾ വിചാരിക്കുന്ന പോലെ 300-400 രൂപ കിലോയുടെ ഈന്തപ്പഴമൊന്നല്ല, 20,000-25,000 30,000 കിലോയ്ക്ക് വിലയുള്ള ഈന്തപ്പഴമൊക്കെ ഉണ്ട് ലോകത്തിൽ. അത്രമാത്രം വിശിഷ്ടമായ പഴങ്ങളുണ്ടാകുന്ന ഒരു സ്ഥലമായി ഇപ്പം മാറിയിരിക്കുന്നു. 500 വർഷം പഴക്കമുള്ള ശാപം അഴിച്ചു മാറ്റാൻ ഹോമം കൊണ്ടുണ്ടാക്കിയോ, മന്ത്രോച്ചാരണങ്ങൾ നടത്തിയോ, ഒറ്റക്കാലിൽ നിന്നോ? ഇതാണ് നമ്മുടെ കർത്താവിന് ശക്തി. ആ എലീശയുടെ അതേ ആത്മാവ് തന്നെയാണ് നമുക്കിത് ആത്മീയ നേതൃത്വം നൽകുന്ന ഓരോ ആത്മീയ ശ്രേഷ്ഠന്മാരുടെ മേലും മട്ടായാലും അച്ഛൻ്റെ മേലും പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് നിങ്ങളുടെ അനുഗ്രഹ തടസ്സം നിർവീര്യമാട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ വിവാഹ തടസ്സമാട്ടെ, ജോലി തടസ്സമാട്ടെ, അല്ലെങ്കിൽ കടബാധകളാട്ടെ, അല്ലെങ്കിൽ വീടിൻ്റെ വിൽപ്പന, എല്ലാ തടസ്സം അതിൻ്റെ പിന്നിൽ ഏതെങ്കിലും ശാപം പ്രവർത്തിക്കുന്നതിൽ നിർവീര്യമാകും. ഈശോ ഈ ലോകത്തിൽ മനുഷ്യ ദുഃഖമുണ്ടാക്കുന്ന 3ാമത്തെ കാരണമാണ് ശാപങ്ങൾ. ഈ ലോകത്തിൽ മനുഷ്യ ദുഃഖം അതെന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞുള്ളൂ. എന്തിനാണ് ഈ 4000 വർഷം മുമ്പുള്ള കാര്യങ്ങളൊക്കെ ബൈബിളിൽ ദൈവം എഴുതി വെച്ചിരിക്കുന്നത്? അത് അന്നത്തെ ജനത്തിനോട് പറഞ്ഞ് ദൈവത്തിന് ചാപ്റ്റർ അടയ്ക്കാമായിരുന്നില്ലേ? ഇതൊക്കെ എന്തിനാണ് ബൈബിൾ എഴുതി വെച്ചിരിക്കണേ? ദൈവം അതിന് തരുന്ന മറുപടിയാണ്. കൊരിന്ത്യോസുകാരുടെ 1-ാം ലേഖനത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം ഉറക്കെ വായിക്ക്. 1 കൊരിന്ത്യോസ് 10:11 എന്തിനാണ് 2000, 3000, 4000 വർഷം ഉണ്ടായ സംഭവങ്ങളൊക്കെ എന്തിനാണ് ദൈവം എഴുതി വെച്ചിരിക്കുന്നത്? ദൈവം അതിന് തരുന്ന മറുപടിയാണ് 1 കൊരിന്ത്യോസ് 10:11. ഇതെല്ലാം അവർക്കൊരു താക്കീതായിട്ടാണ് സംഭവിച്ചത്. ആ ജെറിക്കോ നിവാസികൾക്കൊക്കെ താക്കീത്. പക്ഷെ അവരോട് പറഞ്ഞ് ചാപ്റ്റർ അടയ്ക്കാമായിരുന്നു. എന്തിന് ബൈബിൾ എഴുതിച്ചു? ദൈവം തരുന്ന മറുപടി ഇതാണ്, നമുക്ക് ഒരു പാഠമാകേണ്ടതിന് അവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഈ ധ്യാനത്തിലൂടെ പുതിയ പാത്രമാകുമ്പോൾ കർത്താവിൻ്റെ അഭിഷിക്തൻ പൗരത്വ അധികാരം ഉപയോഗിച്ച് നിങ്ങളുടെ എലീശയുടെ അതേ ആത്മാവ് തന്നെയാണ് വട്ടായലച്ചനുള്ളത്. നിങ്ങളുടെ ശാപങ്ങൾ ബന്ധിച്ച് നിർവീര്യമാക്കുമ്പോൾ നമ്മുടെ കുടുംബം എല്ലാ അനുഗ്രഹത്താൽ നിറയാനിടയാകും. അത് നമ്മുടെ ഭാഗത്ത് പുതിയ പാത്രമാകണം. ഈശോയുടെ ഭാഷ പറഞ്ഞ രക്തത്തെ പോലെ ആത്മീയത കരുതണം. എല്ലാം ഇന്റർലിങ്ക്ഡാണ്. ദൈവമക്കളെ, ഈ പ്രപഞ്ചത്തിൽ മനുഷ്യ ദുഃഖം ഉണ്ടാക്കുന്ന 4ാമത്തെ കാരണങ്ങളാണ് പ്രിയപ്പെട്ടവരുടെ മരണം. അല്ലേ? നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണം നമുക്ക് ദുഃഖം ഉണ്ടാവില്ലേ? അതിൻ്റെ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ഈ ലോകത്തിൽ മനുഷ്യ ദുഃഖം ഉണ്ടാക്കുന്ന 5ാമത്തെ കാരണമാണ് വേദന. കാല് കല്ലുമ്പോൾ തട്ടുമ്പോൾ വേദനയില്ലേ? സന്തോഷം ദുഃഖധാരണേ? ദുഃഖമല്ലേ? ശരീരത്തിൻ്റെ വേദന, അത് മനസ്സിൻ്റെ വേദനയുണ്ട്. വളർത്തി വലുതാക്കി മക്കൾ വഴി പഠിച്ചു പോകുമ്പോൾ മനസ്സിന് വലിയൊരു വേദനയുണ്ട്, അതും ദുഃഖം തന്നെ തരണേ. ആത്മാവിൻ്റെ വേദനയുണ്ട്. എല്ലാവരും നന്നായി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല കർത്താവേ, അതും വേദന തന്നെ, അതും ദുഃഖം തന്നെ. ഈ 5 മേഖലയില്ലാതെ ഈ ലോകത്തിൽ നിങ്ങൾ ആരുടെ ദുഃഖം എടുത്തോ, അനലൈസ് ചെയ്തോ, പിന്നാക്കം വെക്കോ, ഇതിലേതെങ്കിലും ഒന്നിലോ, ചിലപ്പോൾ 2, 3, 4, 5 ഉണ്ടാവും. ഒന്നുപോലും ഇല്ലാതെ ഈ ലോകത്തിൽ ആർക്കും ദുഃഖമില്ല. ഇനി ഈ ചാപ്റ്റർ കഴിഞ്ഞു, അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. എന്തുകൊണ്ടാണ് 5 മേഖലയുടെ മനുഷ്യ ദുഃഖം? അതിനും വ്യക്തവും സ്പഷ്ടമായ കാരണം ബൈബിളിലൂടെ നമ്മുടെ അപ്പം പറഞ്ഞു തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ വായിക്കേണ്ടത് ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 19 വരെ വാക്യം
ദൈവമക്കളെ, അതിൻ്റെ കാരണം എന്താണെങ്കിൽ ആദ്യ മനുഷ്യൻ അനുസരണക്കേട് കാണിച്ചു. അവർക്ക് പറഞ്ഞ ആദ്യ മനുഷ്യൻ എന്താ ചെയ്തത്? അനുസരണക്കേട്. ഈ അനുസരണക്കേടുള്ള മാനവകുലത്തിൻ്റെ മേൽ പാപം മാത്രമല്ല വന്നത്, 5 തകർച്ച വന്നു. നമ്മളെല്ലാവരും പാപം വന്നു എന്നാണ് പറയുക. ശരിയാണ്, 100% ശരിയാണ്. പക്ഷെ അത് അപൂർണമാണ്. അത് 5 തകർച്ചകൾ. എല്ലാവരും ഭാവനെ കാണ്. ദൈവത്തിൻ്റെ കൽപ്പനയാണ് വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. സാത്താൻ തിന്നോളം പറഞ്ഞു, തിന്നു, കൽപ്പന ലംഘിച്ചു. കൽപ്പനയുടെ ലംഘനമാണെന്ത്? അവർക്ക് പറഞ്ഞ കൽപ്പനയുടെ ലംഘനമാണ് പാപം, അല്ലേ? അപ്പം അനുസരണയ്ക്കോട് ആദ്യം വന്നത് പാപമാണ്. രണ്ടാമത് വന്ന എന്താണ്? വായിച്ചെല്ലാവരും ഉറക്കെ വായിച്ചോ. നീയും സ്ത്രീയും അവളുടെ സന്തതിയും നിന്റെ സന്തതി ശത്രുത ഞാനുള്ള വാക്ക്. ശത്രുത അത് പ്രതീകാത്മകമായ ഭാഷയാണ്. അത് രോഗത്തിൻ്റെ പ്രതീകമാണ്. നമ്മുടെ മക്കൾക്ക് വളരെ വില കൂടിയ ഭക്ഷണങ്ങളൊക്കെ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു. പലതും അവരെ രോഗികളാക്കി മാറ്റുന്നു. കാരണം ഭക്ഷണം അവർക്ക് ശത്രുതയായി മാറി. നമ്മൾ മത്തയും കുമ്പളങ്ങയും എന്താ പറയുക, വെണ്ടയും വഴുതനേക്ക് നടന്നു. വലിയ ക്രോധത്തോടെ കീടങ്ങൾ അതിനെ നശിപ്പിക്കുന്നു. ശത്രുതയോടെ. ശത്രുത പ്രതീകമാണ്, അല്ലെങ്കിൽ രോഗത്തിൻ്റെ പ്രതീകമാണ് ശത്രുത. രണ്ടാമത് വന്നു. അപ്പോൾ ആദ്യം നമുക്ക് പാപം വരണ കണ്ട് അനുസരിച്ച് കൂടെ വന്ന ആദ്യത്തെ തകർച്ചയാണ് പാപം. രണ്ടാമത്തെ തകർച്ചയാണ് രോഗം. മൂന്നാമത് ഉൽപ്പത്തി 3:16 വായിച്ചേൻ. എല്ലാവരും വായിച്ചേൻ. അവിടെ ഞാൻ പറയാം 3:16 നിന്റെ ഗർഭാരിഷ്ടതകൾ ഞാൻ വർദ്ധിപ്പിക്കും, നീ വലിയ വേദനയോടെ കുഞ്ഞുങ്ങളെ ബൈബിളിലെ രണ്ടാമത്തെ നെഗറ്റീവ് വേർഡും ആദ്യത്തെ വേദന എന്ന വാക്കുമാണ്. അതിന് മുമ്പ് വേദന എന്ന വാക്ക് ബൈബിൾ ഉപയോഗിച്ചിട്ടില്ല. ആദ്യമായി വേദന എന്ന വാക്ക് ഈ അനുസരണയ്ക്കേണ്ട പരിണതഫലമായി വന്ന മൂന്നാമത്തെ തകർച്ചയാണ്. അപ്പം എന്തെല്ലാം കടന്നു വരുന്നതുകൊണ്ട് നമ്മൾ പാപം ഉറക്കെ പറയുന്നതിനോട് ചേർന്ന് പാപം കണ്ടു. പിന്നെ കണ്ടത് ഏതാണ്? വാതുറന്ന് പറഞ്ഞ എല്ലാവരും പാപം കണ്ടു, രോഗം കണ്ടു, വേദന കണ്ടു. നാലാമത് വന്ന തകർച്ച എന്താണെന്നറിയോ? വായിക്കുക ഉൽപ്പത്തി 3:17 ഉറക്കെ വായിച്ച എല്ലാവരും. 3:17 അവിടെ ഇങ്ങനെയാണ് പറയുക, ആദമേ ആദമേ തിന്നരുതെന്ന് പറഞ്ഞ വാക്ക്, സ്ത്രീയുടെ വാക്ക്, തിന്നരുന്ന പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നുവല്ലോ, നീ തിന്നു മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായി. ബൈബിള് അതിന് മുമ്പ് ഒരു ശാപമുണ്ട ഞാൻ കൂട്ടിയിട്ടില്ല, അത് പിശാചിനുള്ളതാണ്. മനുഷ്യൻ്റെ മേൽ ആദ്യമായ വാക്ക് ഉച്ചരിക്കുന്ന അവിടെയാണ്. ബൈബിളിൽ ആദ്യത്തെ ശാത്താനെ ഞാൻ കൂട്ടിയിട്ടില്ല കേട്ടോ. ആരെങ്കിലും ബൈബിളിൽ ശാപമില്ല എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ അത് തെറ്റാണ്. 216 പ്രാവശ്യം ശാപം എന്ന വാക്ക് ബൈബിളിലുണ്ട്. 216. പേടിക്കൊന്നും വേണ്ട. 430 പ്രാവശ്യം അനുഗ്രഹം എന്ന വാക്കുണ്ട്. ആദ്യമായിട്ട് മാനവകുലത്തിൻ്റെ മേൽ ആ വാക്ക് വരുന്നത് അനുസരണയ്ക്കേണ്ട ഒരു പരിണതഫലമായിട്ടാണ് ശാപം കടന്നു വന്നു. 5ാമത് കടന്നു വന്ന അനർത്ഥമാണ്. അത് പ്രതികാത്മ ഭാഷയിലാണ് പറയണേ. 19 അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പള്ളിനാടയിൽ അവിടെ ഉണ്ട്. അതിൻ്റെ 19 വാക്യം വെച്ച് ഉൽപ്പത്തി 3:19 ഉറക്കെ വായിച്ചെല്ലാവരും. നീ മണ്ണിൽ എടുക്കപ്പെട്ടുകൊണ്ട് നീ മണ്ണ് ചേരുന്നത് നെറ്റിയിലെ വേർപ്പുണ്ട്. അത് മറ്റെൻ്റെ വാക്യാണ്. നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ നീ അവിടെ എഴുതി വെച്ചിട്ടില്ലേ? അത് പ്രതികാത്മ ഭാഷയാണ്. നമുക്കറിയാം, മരണത്തെയാണ് പ്രതിദാനം ചെയ്യുന്നത്. അപ്പോൾ ഏദൻ തോട്ടത്തിലെ അനുസരണയ്ക്കയിലൂടെ പാപം മാത്രമല്ല വന്നത്, 5 തകർച്ചകൾ വന്നു. ഏതൊക്കെ 5 തകർച്ച? അവർക്ക് എന്നോട് ചേർന്ന് പറഞ്ഞു, പാപം വന്നു, രോഗം വന്നു, വേദന വന്നു, ശാപം വന്നു. ഇത് 5ഉം ഏറ്റെടുക്കുക. അതുകൊണ്ടാണ് നമുക്ക് 5 മേഖലയുടെ ദുഃഖമുണ്ടാകുന്നത്. ഇത് 5 ഏറ്റെടുക്കുക എന്നതായിരുന്നു നമ്മുടെ കർത്താവിൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഈശോ സമഗ്ര വിമോചകനെ നമ്മൾ വിളിക്കുന്നത്. കാരണം ഈ ലോകത്തിൽ ഏതെല്ലാം മേഖലയിലൂടെ മനുഷ്യ ദുഃഖമുണ്ടോ ആ ദുഃഖങ്ങളെല്ലാം ഏറ്റെടുക്കാനാണ് ഈശോയുടെ മനുഷ്യാവതാരം, പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം, എല്ലാം രക്ഷാകരകൃത്യം മുഴുവൻ. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. ഈശോയുടെ കുരിശുമരണത്താൽ ഇത് 5 മനുഷ്യകുലത്തിൽ നിന്ന് ഏറ്റെടുക്കുന്നുണ്ടോ? ഉണ്ട് എന്നാണ് ബൈബിൾ വ്യക്തമായിട്ട്. ദൈവമക്കളെ, ഇത് ഓരോന്നിനും സ്ഥിരീകരിക്കുന്ന ഒരുപാട് വചനങ്ങളുണ്ട്. നമ്മുടെ എല്ലാ വചനം പറയേണ്ട ഒരു വചനം ഉണ്ടെങ്കിൽ പോലും വിശ്വസിച്ചൂടെ? നമ്മൾ ഓരോരുത്തരും ഒരു 4-5 വചനം വെച്ച് ഓരോ കാര്യത്തിൽ. ആദ്യമായിട്ട് ഈശോയുടെ കുരിശുമരണം നമ്മുടെ പാപം ഏറ്റെടുക്കുന്നതായിട്ട് ബൈബിളുണ്ടോ? ഉറക്കെ വായിക്കുക എല്ലാവരും. യെശയ്യായുടെ പ്രവചനം 53-ാം അധ്യായം 5-ാം വാക്യം. യെശയ്യാ 51:5 എല്ലാവരും ഉറക്കെ വായിച്ചോ. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽക്കപ്പെട്ടു. അതിക്രമങ്ങൾ, അകൃത്യം എന്നൊക്കെ പറഞ്ഞാൽ പാപത്തിൻ്റെ പര്യായ വാക്കാണ്. അതുകൊണ്ട് ഞാൻ പാപം എന്ന വാക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കും. ദൈവമക്കളെ, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽക്കപ്പെട്ടു, അവൻ്റെ മേൽ ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ഇഷ്ടത്താൽ നാം, ദൈവമക്കളെ, ഈശോ ചിന്തപ്പെട്ട ഏറ്റ ഓരോ അടികളും നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാനാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഈശോ എന്തിനാണ് രക്തം ചിന്തിയെന്ന് പരിശുദ്ധാൽ നമുക്ക് പറഞ്ഞ രംഗമുണ്ട്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം 7-ാം വാക്യം ഉറക്കെ വാക്യം എല്ലാവരും. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്ന നമ്മളും പ്രകാശത്തിലാണ് സഞ്ചരിക്കുന്നെങ്കിൽ
നമുക്ക് പരസ്പരം കൂട്ടായ്മ ഉണ്ടാകും. അടുത്ത വാക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും പറയാം, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപക്കറകളിലും നമ്മളെ എത്ര കൂടി. അതുകൊണ്ടാണ് കുംസാരത്തിൽ നിന്ന് ഞാൻ കുംസാരിച്ച്, നിങ്ങൾ കുറേ പേര് കുംസാരിച്ചു. കുംസാരത്തിലൂടെ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടതിൻ്റെ കാരണം നമ്മുടെ കർത്താവ് ചിന്തിയ അമൂല്യമായ രക്തമാണെന്ന് പരിശുദ്ധാത്മാവ്, ചെറിയവനായ ഞാനല്ല, സർവജ്ഞാനിയ പരിശുദ്ധാത്മ തൻ്റെ മക്കൾക്ക് പറഞ്ഞു തരുന്നു. ഈശോയുടെ കുരിശുമണ്ണം നമ്മുടെ പാപം ഏറ്റെടുക്കാനാണ്. അതുകൊണ്ടാണ് യേശുവിനെ ആദ്യമായി സ്നാപയോനാൻ കണ്ടപ്പോൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 1:29 ഉറക്കെ ഏറ്റു പറ എല്ലാവരും, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ലോകത്തിൻ്റെ പാപമാണ്, ലോകത്തിൻ്റെ നമ്മുടെ ചിലർ പാപങ്ങൾ ദൈവം ഈശോ നമ്മുടെ പാപം ഏറ്റെടുക്കാനാണ് വന്നത്. അതുകൊണ്ടാണ് റോമാക്കാർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6, 7, 8, 9 വാക്യങ്ങളിൽ ഈശോയുടെ മനുഷ്യാവതാരം ഒറ്റ വാക്കിൽ രക്ഷാകൃത്യം എന്ന് പറയും. അതെല്ലാം ഉൾക്കൊണ്ടുണ്ടോ? ജനനം തൊട്ട് സ്വർഗാരോഹണം എല്ലാം ഉൾക്കുന്ന ഒറ്റ വാക്കാണ് രക്ഷാകൃത്യം. അതിലൂടെ എന്താണ് ഉദ്ദേശമെന്ന് പരിശുദ്ധാത്മ പറഞ്ഞ രംഗമാണ് റോമ 5:6, 7, 8 ഉറക്കെ വായിച്ചേൻ. എന്നാൽ നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരു പക്ഷേ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ ആരെങ്കിലും തുനിഞ്ഞെന്ന് വരാം. എന്നാൽ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന വാക്ക്. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം ഈശോയുടെ കുരിശുമാണ് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ. അതുകൊണ്ടാണ് തിമോഥെയോസിൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം 1 തിമോഥെയോസ് 3:15 ഇങ്ങനെ പഠിപ്പിക്കുന്നു. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുവാൻ ഈ ലോകത്തിലേക്ക് വന്നു എന്ന പ്രസ്താവം തികച്ചും വിശ്വസനീയവും സ്വീകാര്യവും അത്രേ. 1 തിമോഥെയോസിൻ്റെ 3:1 വാക്യം. 1 തിമോഥെയോസ് 3:1 വായിച്ചോ എല്ലാവരും? അല്ലല്ലോ, തെറ്റിയാ? ശരിയാ, തെറ്റാണല്ലോ അല്ലേ? അങ്ങനെയല്ലല്ലോ. 1 തിമോഥെയോസ് 3 നിങ്ങൾ 1 തിമോഥെയോസ് 1:15 തെറ്റി, ഞാൻ പറഞ്ഞ് തെറ്റിയതാ. 1 തിമോഥെയോസ് 1:15 അവർക്ക് വായിച്ചേൻ. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണെന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും. ഓക്കെ ദൈവമക്കളെ, ഈ കുറേ വാക്കുകൾ വായിച്ചത് ഇതെല്ലാം ഈശോയുടെ കുരിശ് വേണം നമ്മുടെ പാപം ഏറ്റെടുക്കാനാണ് എന്നാണ് പ്രതിദാനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കുമ്പസാരക്കൂട്ടിൽ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ പാപം ക്ഷമിക്കപ്പെടുന്നതിൻ്റെ കാരണം നമ്മുടെ കർത്താവ് നമുക്ക് കൊടുത്ത മറുവിലയാണ്. ഓരോ പ്രാവശ്യം കുമ്പസാരക്കൂട്ടിൽ പോകുമ്പോൾ എങ്ങനെയാണ് എൻ്റെ പാപത്തിന് മോചനം ലഭിക്കുന്നത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ടാകണം. അതാണ് ഈ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറയാണ് ഈ ക്ലാസ് എന്ന് ഞാൻ പറയാൻ കാരണം. ഈശോ പറഞ്ഞില്ലേ, പാറമേൽ പണിത ഭവനം, മണൽ തീർത്ത് പണിത ഭവനം, പാറമേൽ പണിത ഭവനമായി നിന്റെ കൃഷി ജീവിതമാകാൻ ഈ ക്ലാസ് അതിൻ്റെ അടിസ്ഥാന ബോധ്യങ്ങളാണ്. ഈ ബോധ്യത്തോടെ ആയിരിക്കും സംസാരിക്കേണ്ടത്.